മാതാപിതാക്കളോട് നിയമമുണ്ടോ എന്നവിടെന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കാനുള്ള കഴിവും ത്രാണിയും അൽഹംദുലില്ലാഹ് എനിക്കുണ്ട്. പക്ഷേ ഈ നിൽക്കുന്ന എന്റെ വാപ്പ എന്ന് പറയുന്ന ആളിന് എന്നോടൊരു ബാധ്യതയും ഇല്ലേ ബഹുമാനപ്പെട്ടവരെ? അതുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും. അതുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. മക്കളെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാര് പഠിക്കണം. മക്കളോട് കാണിക്കേണ്ടുന്ന മര്യാദകളുടെ മഹിതത്വങ്ങളെ പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് നിനക്കൊക്കെ തോന്നിയതുപോലെ ജീവിക്കാം. മക്കൾ നന്നാവണമെന്ന് ചിന്തിച്ചാൽ അത് ജീവിതത്തിൽ നടക്കണ കേസല്ല. ഈ കുഞ്ഞു പറയാണ് ഖലീഫയോട്, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമയാണ് വലിയ ചർച്ച. എന്നാൽ ബഹുമാനപ്പെട്ടവരെ, ഈ നിൽക്കുന്ന വാപ്പാക്കിനോടൊരു കടമയുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോനെ ഉണ്ട്, നിർബന്ധമായും പാലിച്ചിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു 3 ബാധ്യതയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. ഒന്ന് അയ്യൻഖിയ ഉമ്മാ, അയ്യംദഖിയ ഉമ്മാ. ഒന്നാമത് പറഞ്ഞത് അയ്യംദഖിയ ഉമ്മ, വയുഹസ്സിന ഇസ്മാ, വയുഹസ്സിന ഇസ്മാ വയുഅല്ലിമഹുൽ കിതാബ്. ഒരു 3 കടമ ആദ്യം ഒരു ഉത്ബോധനമെന്നുള്ള നിലക്ക് പറഞ്ഞു നിർത്തുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒന്നാമത് പറഞ്ഞത് എന്തെന്നറിയോ? അയ്യന്തഖിയ ഉമ്മ, ഉമ്മയെ സംസ്കരിച്ചെടുക്കുക. ഒരു കുഞ്ഞുണ്ടായാൽ വാപ്പാടെ ബാധ്യതയിൽ ഒന്നാമത്തെ എന്താ? കുഞ്ഞിനെ നന്നാക്കലല്ലേ, ഉമ്മായെ നന്നാക്കല. ഇപ്പൊ എന്ത് മനസ്സിലായി? നമ്മുടെ ഭാര്യ ക്ലിയർ ആണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ. നമ്മൾ 100 ഹജ്ജും ചെയ്ത് ദാടിയും തടവി ദിക്റും ചൊല്ലി പള്ളിയിൽ വന്ന് മുസ്ലിയാർ വലിയ കമ്പനിയാണ്, താത്തച്ചി എപ്പോഴും കിളിമാനൂർ ടൗണിലാണെങ്കിൽ മക്കളുടെ കാര്യം പോക്കാം. മക്കളുടെ കാര്യം പോക്കാം. നിന്റെ നെറ്റിത്തടത്തിൽ ചൂട്ടേപ്പള്ളിയുടെ ഗ്രാനൈറ്റിന്റെ അകത്ത് നെറ്റിപ്പടം കൊണ്ടിട്ട് ഇടിച്ചുണ്ട് നിസ്കാരപ്പഴമ്പ് തെളിഞ്ഞിരിക്കുമ്പോ നിന്റെ ഭാര്യ 24 മണിക്കൂർ നിലവിളക്കും കൊലവിളക്കും സീരിയലും റിയാലിറ്റി ഷോയായിട്ട് കഴിയുന്ന പെണ്ണാണെങ്കിൽ നിന്റെ മക്കൾക്ക് ആ ഒരു ചൊവ്വയുണ്ടാവും. കാരണം മക്കൾ കൂടുതലും മാതാവിന്റെ ശിക്ഷണമാണ് എപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് പറഞ്ഞു കൊടുത്തത് കണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമത് പറഞ്ഞത് അയ്യംദഖിയ ഉമ്മാ, അയ്യംദഖിയ ഉമ്മാ. ഉമ്മായെ സംസ്കരിപ്പിച്ചെടുക്കണം, വാപ്പാടെ കടമയാണ്. എന്നിട്ട് ആ ഉമ്മയിലൂടെ മക്കൾ അൽഹംദുലില്ലാഹ് ക്ലിയർ ആണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നാമത് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്ന് എന്തു മനസ്സിലായി? പെണ്ണന്വേഷിച്ച് നടക്കുമ്പോൾ, വിവാഹത്തിനു വേണ്ടി പെണ്ണന്വേഷിച്ച് നടക്കുമ്പോൾ ആദ്യ സമയം തന്നെ മക്കളെക്കുറിച്ചുള്ള ചിന്ത നിനക്കുണ്ടാവണം. തസവ്വദുൽ വദൂദുൽ വലൂദ്. റസൂലുള്ളാഹി പറഞ്ഞതെന്താ? സ്നേഹമുള്ള പെണ്ണിനെ നീ കെട്ടണം. അതിലുപരി അൽഹംദുലില്ലാഹ് ഒരുപാട് പ്രസവിക്കുന്ന പെണ്ണിനെ കെട്ടണം. ഒരുപാട് പ്രസവിക്കുന്ന പെണ്ണിനെ. ഇപ്പൊ ചെറുപ്പക്കാർ ചിന്തിക്കും, ഉസ്താദ് എന്താ പറയണത്? ഈ കാലഘട്ടത്തിൽ അത് പറയാൻ പറ്റും? ഇത്ര പരസ്യമായിട്ട് ഇത്രയും ആള് വന്നിരിക്കുന്നു, ഒരുപാട് പ്രസവിക്കുന്നു പറഞ്ഞാൽ ഇന്ന് 1, 1.5 അരമുറിയൊക്കെ മതി എല്ലാവർക്കും. ഒരുപാടൊന്നും വേണ്ട. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുന്നു? ഒരു പ്രസവത്തിൽ തന്നെ 4, 5 മക്കളും കൊടുക്കാൻ. ഇവരിന് നിർത്താൻ വേണ്ടി മെനക്കെടണ്ട. ഒറ്റ പ്രസവത്തിൽ ഇതാ കിടക്കാം. 5 മക്കളെ 6 മക്കളെ സുഖം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ അരക്കുഞ്ഞിനെയൊക്കെ കിട്ടുന്നതിന് കാല് ചെറുത്, ചെവി 2 ചെവി 4 ചെവി 1 ചെറുത് 1 വലുത്, അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ. പക്ഷെ 5, 6 മക്കളെ ഒറ്റ പ്രസവത്തിൽ അള്ളാഹ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഉമ്മാക്കും കുഴപ്പമില്ല, മക്കൾക്കും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രസവത്തിൽ 3, 4, 5 മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഒന്നാമത് പറഞ്ഞത് ഉമ്മായെ സംസ്കരിക്കണമെന്നാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, വയുഹസ്സിനു ഇസ്മാ, വയുഹസ്സിനു ഇസ്മാ. നല്ല പേരിടണം, മക്കൾക്ക് നല്ല പേരിടണം. ആ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നുണ്ട്. മൂന്നാമത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്നു, വയുഅല്ലിമുഹുമുൽ കിതാബ്. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം.
മക്കൾക്ക് ഖുർആൻ പ്രസവിച്ച ഉടനെ അല്ല, സമയമുണ്ട്, പിന്നീട് പതുക്കെ മതി, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. അത് നല്ലതുപോലെ ഖുർആൻ പഠിപ്പിക്കുക, നല്ല പേരിടുക. ഉമ്മ വളരെ ഭംഗിയായി ഈമാനികമായ രീതിയിൽ മക്കളെ നോക്കുക. എന്തുകൊണ്ടാണ് ഈ 3 കാര്യം ആദ്യം പറഞ്ഞതെന്നറിയോ? കുഞ്ഞു പ്രസവിച്ച ഉടനെ ഉമ്മമാരെ കയ്യിൽ നിന്ന് തറയിൽ വെക്കാറെ ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് തൊട്ടിൽ കിടന്നുറങ്ങുമ്പോഴും തൊട്ടിലിന്റെ അടുത്ത് പോയിരുന്നു കൊണ്ട് ആ കുഞ്ഞിനെ നോക്കിയിട്ട് നെടുവീർപ്പിടുന്ന ഉമ്മ, നിന്റെ വയറ്റിന്റെ അകത്ത് കിടന്ന ചോര നിറമുള്ള കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ നിനക്കുണ്ടാകുന്ന മാനസികമായ സന്തോഷമുണ്ടല്ലോ, മാനസികമായ സംതൃപ്തിയുണ്ടല്ലോ. അൽഹംദുലില്ലാ, അത് വളരെ വലുതാണ്. ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്നത് എപ്പോഴാണ്? ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഒരു പെണ്ണിനുണ്ടാകുന്നത് എപ്പോഴെന്നറിയോ? ഞാനൊരു ഉമ്മയാകാൻ പോവാണെന്ന് മനസ്സിൽ തോന്നുമ്പോഴാണ്. വയറ്റിലിങ്ങനെ കൈവച്ചു, അൽഹംദുലില്ലാ, പെട്ടെന്ന് ഫോൺ എടുത്ത് ഇക്കായെ വിളിക്കാൻ, ഇക്കാ നിങ്ങളൊരു ഡാഡി കൂൾ ആകാൻ പോവാൻ, ഇക്കാക്ക് മസ്കറ്റിൽ നിങ്ങൾ വന്നോളാൻ പോയി. അതിനിടയ്ക്ക് താത്താക്കാണെങ്കിൽ ആകെ മൊത്തം സന്തോഷവും വല്ലാത്ത ഉന്മേഷവും, ആകെ മനസ്സിനൊരു വല്ലാത്ത റാഹത്ത്. ഈ ഒരു സന്തോഷം ലഭിക്കാത്ത സഹോദരിമാരാരെങ്കിലും ഇവിടെയുണ്ട്? വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി താരെ അങ്ങനെ ഒരു സന്തോഷം എന്റെ ഭാര്യക്കോ അല്ലെങ്കിൽ എനിക്കോ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സ് ദുഃഖിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട്, ഈ സുന്ദരമായ മജ്ലിസിന്റെ മഹാത്മ്യത കൊണ്ട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയോരുടെ മാധുര്യം കൊണ്ട് അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല ഇവിടെ വന്നവരാണെങ്കിലും ഇത് കേട്ടുകൊണ്ട് വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ആരോഗ്യമുള്ള സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു അവർക്ക് കൊടുക്കട്ടെ. അത് വല്ലാത്ത ഒരു രംഗമാണ്. ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ ആകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്ത ഉമ്മയാണ്. ചാരവും സ്ത്രീധനും കൂടാൻ വേണ്ടി കാതിരിക്കണം, കെട്ടിക്കോ, ഉള്ള പരുവത്തിനും ഉഷാറായ സമയത്ത് അങ്ങോട്ട് കെട്ടണം. വയസ്സായി 19 വയസ്സാകുമ്പോൾ പെണ്ണു ആലോചിച്ചുകൊണ്ട് നടക്കാതെ കെട്ടണം. വാപ്പായും അതൊക്കെ പറയും. നമ്മൾ ആ തിളച്ചു നിൽക്കണ പ്രായമുണ്ടല്ലോ, അപ്പോഴും പെണ്ണ് കെട്ടിയാൽ എല്ലാ അർത്ഥത്തിലും കുടുംബജീവിതത്തിന്റെ മാധുര്യം. പെണ്ണിന്റെ കൂടെ സഞ്ചരിക്കാൻ, പെണ്ണിന്റെ കൂടെ യാത്ര ചെയ്യാൻ, പെണ്ണിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, പെണ്ണിന്റെ കൂടെ സംസാരിക്കാൻ, സല്ലപിക്കാൻ, സംഗമിക്കാൻ ഒക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. വയസ്സായി കഴിഞ്ഞാൽ ഇതിനൊന്നും പറ്റൂല. അതിനൊരു പ്രത്യേക സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ആ സമയത്താണ് കെട്ടാനുള്ളത്. ചിലർ വിചാരിക്കും ഉസ്താദിനെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവില്ല, എന്റെ കല്യാണം പോലും നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരുപാട് പ്രസവിക്കുന്ന പെണ്ണിനെ കെട്ടുന്നത് കൊണ്ട് എന്റെ സമുദായം നാളെ പരലോകത്ത് എന്റെ മുമ്പിൽ ഒരുപാട് 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 ജനങ്ങളുമായി അല്ലാഹുവിന്റെ കോടതിയിൽ സന്നിഹിതരാകണം. അതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബജീവിതത്തിന്റെ അടിത്തറ തുടങ്ങുന്ന സമയം മുതൽ, ആ സമയം മുതൽ കുഞ്ഞിന്റെ ചിത്രവും ചിന്തയും നമ്മുടെ മനസ്സിന്റെ അകത്ത് വരണം. അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം നമുക്ക് തരട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പിതാവ് വന്ന് പരാതി പറഞ്ഞപ്പോൾ പൊന്നുമോനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, മോനെ വാപ്പാരെ ബഹുമാനിക്കണം, ആദരിക്കണം. മകൻ ചോദിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ്, എന്റെ വാപ്പാക്ക് എന്നോട് ബാധ്യതയില്ലേ? ആ സമയത്ത് പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട 3 ബാധ്യത ഇത് കേട്ട ഉടനെ ആ പൊന്നുമോൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഖലീഫ, ഇന്ന അബീലം വലു ശൈഅം മിൻ ദാലിക